നമസ്കാരം, വണക്കം. ഈ വ്ളോഗ് തമിഴ് ആൻഡ് മലയാളമായിരിക്കും കേട്ടോ. കാരണം രണ്ട് പേർക്കും റീച്ച് ആവുന്ന പോലത്തെ ഒരു വ്ളോഗായിരിക്കും. ഇന്ന് ഒരു ട്രിപ്പുണ്ട്. இன்றைக்கி நாங்கள் ஒரு ட்ரிப் போகிறோம். கலங்கார்த்தால் இப்போ ஒரு 4:30 ஆச்சு. நான் நல்ல ஒரு ஃபில்டர் காஃபி குடிச்சிட்டு முள்ள ஒவ்வொரு வேலையாக ஆரம்பிக்கலான்னு காலையில் எழுந்து குளிச்சு ரெடியாக இருக்கேன். അമ്മ கொஞ்சம் കുക്കിംഗ് பண்ணிகிட்ருக்காங்க. ஸோ ഞാനും പോയിട്ട് ഇടയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അച്ചു ഉറക്കമാണ്. പുറത്ത് നല്ല മഴയാണ്. സോ കണ്ടോ, നല്ല മഴ എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ മഴ. ഇത് എങ്ങനെയാണ് നമ്മൾ ട്രാവൽ ചെയ്യാമെന്നറിയില്ല. പക്ഷേ ഇത് പ്ലാൻഡ് ആയതുകൊണ്ട് വി ജസ്റ്റ് ഗോയിങ്. നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടാവും. Blog. ശക്തമായ മഴയെ അതിജീവിച്ചുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എത്തിയിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സ്റ്റോപ്പ് ചെയ്തതാണ്. എപ്പോഴും ഞങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇവിടെ ആര്യാസ് ഇവിടെ കഴിക്കാറുണ്ട്. നല്ല നെയ്റോസ്റ്റ്. ഇപ്പോൾ ഇവിടെ ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കാം. ഓക്കെ, വിശക്കുന്നു. ബാക്കി കഴിച്ചത് വിശക്കും. അടിയിൽ വാ, ഇപ്പടി വാ. വെച്ചുക്കോ പാപ്പ, വെച്ചുക്കോ പാപ്പ, തലയിൽ വെച്ചുക്കോ. അച്ഛോ, വൈകുന്നേരം അമ്പലത്തിൽ പോകുമ്പോ വെക്കാൻ മേടിച്ചതാ. ടോളിന്റെ അവിടെ കിട്ടുമോന്ന് എനിക്ക് സംശയം. ഇവിടെ ഒരാള് ആ പൂവും വെച്ച് ഫുൾ കളി. Wow! Top notch! Super! You get
കാണുന്നില്ല ആക്ച്വലി. അപ്പൊ നമ്മൾ ഈ കാണുന്നതാണ് പളനിമല എന്ന് പറയാൻ പറ്റില്ല. ഇത് മലയാണ്. പളനിക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കണം. ജസ്റ്റ് മഴയൊന്നും നിന്നിട്ടില്ല, എന്നാലും കുറഞ്ഞുണ്ട്. നീ ഏതെങ്കിലും ഒന്ന് പറ, നിന്നോ കുറഞ്ഞു. ടോഷേട്ടനും അച്ഛനും കൂടെ കുറേ നേരമായിട്ട് പ്രകൃതി രമണീയമായ സ്ഥലം എന്നൊക്കെ പറഞ്ഞ് കുറേ രമണികൾ തപ്പി നോക്കി, പക്ഷെ ഒന്നും കിട്ടിയില്ല. സോ ഫൈനലി ഞങ്ങൾ വിശന്നപ്പോൾ അവിടെ ഒരു നല്ല പെട്രോൾ ബങ്ക് ഉണ്ടായിരുന്നു, നീറ്റായിരുന്നു. സോ അവിടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡ് കഴിച്ചു. ആൻഡ് അവിടുത്തെ ചേച്ചിമാരൊക്കെ ആയിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് അവരുടെ കൂടെയും ഞങ്ങൾ ഫുഡൊക്കെ ഷെയർ ചെയ്ത് ഹാപ്പി ആയിട്ട് കഴിച്ച് അവിടെ നിന്ന് പുറപ്പെട്ടു. സോ അവിടെ നിന്ന് പുറപ്പെട്ടപ്പോൾ കുറച്ച് മഴ മാറിയിട്ടുണ്ട്, ആക്ച്വലി മാറിയിട്ടുണ്ട് കേട്ടോ. ആൻഡ് ഐ ഡോണ്ട് നോ, എനിക്ക് അറിയില്ല ഫോണിൽ எந்த அளவுக்கு அந்த சீனரியோட பியூட்டி கேப்சர் ஆயிருக்குன்னு தெரியல. இந்த மழை நின்னதுக்கு அப்புறமா ஸ்லைட்டாக ஒரு வெயில் வரும்ல, ലൈക്ക് ചെറിയൊരു വെയിൽ ഇങ്ങനെ ലീക്കായിട്ട് വരില്ല, അങ്ങനെ അതിട്ട് സോ ബ്യൂട്ടിഫുൾ. അത് ഞങ്ങൾ ആക്ച്വലി അത് കണ്ട് രസിച്ച് എൻജോയ് ചെയ്ത് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമായിരുന്നു. ടോഷേറ്റിന് ഇച്ചിരി പ്രോബ്ലം ഉണ്ടായിരുന്നു ഡ്രൈവ് ചെയ്യുമ്പോൾ, കാരണം റോഡിൽ അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടായിരുന്നു. അപ്പം അത് ഇങ്ങനെ ഗ്ലാസ്സിൽ ഇങ്ങനെ സ്പ്ലാഷ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ വി എൻജോയ്ഡ് ഇറ്റ്. സോ അങ്ങനെ ഞങ്ങൾക്ക് ആദ്യമായിട്ട് പഴനി മലയുടെ ഒരു ഗ്ലിംസ് കിട്ടി. ആൻഡ് ദാറ്റ് വാസ് ബ്യൂട്ടിഫുൾ. ഞങ്ങൾക്ക് ഭയങ്കര ഒരു വൈബായിരുന്നു അത്. ആൻഡ് ഇങ്ങനെ പുറത്ത് ഇങ്ങനെ മുരുകൻ്റെ പാട്ടും ഒക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ അതൊരു പ്രത്യേക ഒരു എനർജി ആയിരുന്നു. ഞങ്ങൾ സ്റ്റേ ചെയ്ത ഹോട്ടലാണ് ഗൺപത് ഗ്രാൻഡ് എന്ന് പറഞ്ഞ ഹോട്ടൽ. ഇവിടെ നിന്ന് പഴനി മല കാണും. സോ ആരെങ്കിലും പഴനി വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ സ്റ്റേ ചെയ്യുക. അതൊരു എക്സ്പീരിയൻസ് ഓൺ ഇറ്റ്സ് ഓൺ ആയിരിക്കും കേട്ടോ. ശരിക്കും ഒരു നല്ലൊരു എനർജി ഉള്ളൊരു ഹോട്ടലായിരുന്നു. വി ടോട്ടലി എൻജോയ്ഡ് ദി സ്റ്റേ. അച്ചൂസ് കൂടെ ആനയും പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ താത്തയുടെ കൂടെ. ഹായ് ജോഷിട്ടാ, വെൽക്കം ടു പഴനി. പാവം ടോഷേട്ടൻ ഉഗ്രൻ മഴയില് ചമത്തായിട്ട് ടോഷേട്ടൻ ഓടിച്ചു കൊണ്ടുവന്ന് ഞങ്ങള് സേഫായിട്ട് എത്തിച്ചു. ദൈവം സഹായിച്ച് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലാതെ മഴ വാസ് റിസ്കി, ഡെഫിനറ്റ്ലി റിസ്കി. ഇവിടെ ഒരാള് ഭയങ്കര എക്സൈറ്റ്മെന്റ്. എന്താ അറിയോ കാര്യം? അച്ചു ഇങ്ങി വാ, അപ്പൊ ടാറ്റ അമ്മമാനെ ഇവിടെയും കാണാം. ഞങ്ങളുടെ മുറിന്ന് ടാറ്റ അമ്മമാനെ കാണാൻ ഇങ്ങനെ വരാം. വ്യൂ കാണിച്ചു തരാം. ദിസ് റൂം ഇസ് ദി ബെസ്റ്റ്. ഇവിടുന്ന് ടെമ്പിൾ കാണാം. നല്ല ഇറിറ്റേറ്റോ, മിസ്റ്റ് കണ്ടോ? ഓഹ്, ഭയങ്കര ഒരു വ്യൂ ആയിരുന്നു നമ്മുടെ മുറിയിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾ പഴനിയിലെത്തി, റൂമിൽ ചെക്ക് ഇൻ ചെയ്തിട്ട് ഒന്ന് ഫ്രഷനപ്പായി അമ്പലത്തിൽ പോവാൻ റെഡിയൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ ഇവിടെ നല്ല മഴയുണ്ട് കേട്ടോ. അപ്പം അച്ചോ അപ്പോൾ ഞങ്ങളെല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ അറിയുന്നൊരു ആളുണ്ട് ഇവിടെ. സോ പുള്ളി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. വന്നിട്ട് എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ള പ്ലാൻ ചെയ്യണം. ഇവിടെ 2-3 വഴിയുണ്ട്. വൺ ഈസ് കേബിൾ കാറിൽ പോവുക, അല്ലെങ്കിൽ വിഞ്ചിൽ പോവുക. ഇത് രണ്ടും ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നില്ല, ബിക്കോസ് മഴയുള്ളതുകൊണ്ട്. അത് കാരണം ഒന്നെങ്കിൽ നമ്മൾ പടിയേറി പോകണം, അല്ലെങ്കിൽ ആനപ്പാത എന്ന് പറഞ്ഞിട്ടൊരു പാത്തുണ്ട്. അപ്പം അതിൽ പോകാനും പറ്റും. അതാണെങ്കിൽ ഒരു 1/2 hour to 45 minutes ആവും നടന്നു കയറണം. രണ്ടാണെങ്കിലും നടന്നു കയറണം. സോ അച്ഛൻ റൂൾഡ് ഔട്ട്, അച്ഛൻ വരുന്നില്ല. അമ്മ വരാമെന്ന് പറയുന്നുണ്ട്. അപ്പം അമ്മയും ടോഷേട്ടനും ഞാനും മോനും കൂടി പോവാം
എന്നുള്ള പ്ലാനിലാണ്. സോ ഇനിയിപ്പോൾ പുള്ളി വന്നിട്ട് വേണം നോക്കാൻ. ബിക്കോസ് ഇറ്റ്സ് ഓൾറെഡി 6:30 നൗ, ഈവനിങ് 6:30 ആയി. അപ്പോൾ ഒത്തിരി ലേറ്റ് ഇന്നുവേണം. ഒത്തിരി ലേറ്റായാൽ ചിലപ്പോൾ നമുക്ക് അങ്ങോട്ട് എത്താൻ ബുദ്ധിമുട്ടാവും, അല്ലെങ്കിൽ അമ്പലം വേഗം 9 വരെ എന്തോ ഉള്ളൂ എന്ന് തോന്നുന്നു. സോ ഒരു ടൈം വരെ ഡിവോട്ടീസിനകത്ത് കയറ്റിയുള്ളൂ എന്ന് തോന്നുന്നു. സോ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന ഒച്ചയൊക്കെ അച്ചു കടിക്കുന്നതും നുള്ളുന്നതൊക്കെയാണ്. എനിക്കിപ്പോൾ കിട്ടിയതേ ഉള്ളൂ. അപ്പം അടുത്ത ടോഷന് കൊടുത്തിട്ടുണ്ട്. അവൻ്റെ സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ്സാ. അകത്ത് കുട പിടിച്ചുകൊണ്ട് നടക്കുന്നത്. അതെ അതെ. അപ്പോൾ അതാണിപ്പോൾ ഇവിടെ സിറ്റുവേഷൻ. ചെന്നൈയിലൊക്കെ ഞങ്ങൾ കേൾക്കുന്നുണ്ട് കുറേ ലോക്കൽ ഫ്ലഡിങ് ഒക്കെ ആവുന്നുണ്ട്, അത്രയും മഴയുണ്ട്. സോ എങ്ങനെയാണെന്നറിയില്ല, ഇനിയിപ്പോൾ നോക്കാം. അല്ലെങ്കിൽ നാളെ രാവിലെ എങ്ങനെയാണെന്ന് വെച്ചാൽ ട്രൈ ചെയ്യണം. കാരണം നാളെ കാർത്തിക ദീപമാണ്. സോ ഈ പറയുന്ന പോലെ ഉച്ചയാകുമ്പോൾ എന്തോ അമ്പലം അടയ്ക്കും. സോ അതിന് മുമ്പ് പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ. നാളത്തെ മഴ എങ്ങനെയാണെന്നും അറിയില്ല. സോ എവറിത്തിങ് ഇസ് ഇൻ എ കൺഫ്യൂസ് സ്റ്റേറ്റ്. ബട്ട് ഹോപ്പ്ഫുള്ളി നല്ല രീതിയിലൊരു ദർശനം കിട്ടും എന്നുള്ള ഒരു ചിന്തയിൽ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. ഇതെന്തുവാടാ? അവനുള്ള കുട ഉണ്ടോ? ഓൾ പപ്പീസ്. ഒരു പപ്പി പല പപ്പികളുള്ള കുട പിടിച്ചോണ്ടിരിക്കണോ? അച്ചോ ഇതെന്നത്? ഗുഗുൽ. ഗുഗുലാണ് അംബ്രല്ല. ടോഷിഡ എങ്ങനെയുണ്ട് പഴനി വൈബ്സ്? പഴനി വൈബ്സ് അടിപൊളിയായിട്ട്. ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് ജനത്തോട് നോക്കിയാൽ മല കാണാൻ പറ്റുന്നുണ്ട്, പഴനിമല കാണാൻ പറ്റുന്നുണ്ട്, അമ്പലം കാണാൻ പറ്റുന്നുണ്ട്. നല്ല ഇപ്പൊ മിസ്റ്റായിട്ട് നിൽക്കുക. ചന്ദ്രന്റെ ഷോട്ട് എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു, കാണാൻ പറ്റുമായിരിക്കും മിക്കവാറും. പിന്നെ ഇപ്പൊ ടോഷേട്ടനെ കാണുന്നില്ല. എപ്പോഴും പറഞ്ഞ നേരിട്ട് കാണുന്ന കാഴ്ചയുടെ ഫീല് നമ്മളൊരു ഷോട്ടിലൂടെ തന്നാൽ കിട്ടും എന്നുള്ള കാര്യത്തിൽ സത്യമാട്ടോ. എന്നാലും ഇവിടെ വന്നിട്ടുള്ളവർക്കൊക്കെ അത് കണക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പൊ ഞങ്ങൾ മഴ ഒന്ന് അതാണ് കൊടയൊക്കെ എടുത്ത് നിൽക്കുന്നത്. മഴ ഒന്ന് ഒതുങ്ങി കഴിഞ്ഞാൽ കയറണം എന്നൊരു പ്ലാനിൽ നിൽക്കുകയാണ്. ഇനി ബാക്കി എങ്ങനെയാണോ അതുപോലെ. അതെ, വരുന്ന വഴിക്ക് വെച്ച് കാണാമെന്ന് പറഞ്ഞിരിക്കുക ഞങ്ങളിവിടെ. ഒന്ന് പോയി എത്തിച്ചേരണം എന്നുള്ള ഒരു മനസ്സിലാണ് ഇപ്പോൾ. കംപ്ലീറ്റ് ഡിവോഷനോടെ വെയിറ്റ് ചെയ്യുകയാണ്. സോ ആൻഡ് എനിക്ക് അവിടെ പോയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എനിക്ക് അറിയില്ല. ഐ എം ട്രൈങ് മൈ ബെസ്റ്റ്. കാരണം ഫോൺസ് അലൗഡ് അല്ല. അത് കാരണം ചിലപ്പം അത് പറ്റില്ലായിരിക്കും. സോ ബാക്കി ഇവിടുത്തെ കുറച്ച് ലോക്കൽ കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ കുറച്ചൊന്ന് കറങ്ങി നോക്കാം എന്നുള്ളൊരു ഐഡിയ ഉണ്ട്. പ്രൊവൈഡഡ് മഴ നമ്മളെ ചതിക്കില്ല. ഓക്കെ, സോ ആ ഒരു ഹോപ്പിലാണ് നിൽക്കുന്നത്. അമ്മ സ്പീഡ് മനസ്സിൽ ഉണ്ടായിക്കോട്ടെ, പക്ഷെ ശരീരം നോക്കണം. അപ്പം ഞങ്ങൾ ഇപ്പം മല കയറാൻ പോവാണ്. ലക്കിലി വിഞ്ച് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. സോ വിഞ്ചിലാണ് അമ്മ പാത്തേ വഴിക്കുന്നുണ്ട്. സോ നമ്മൾ വിഞ്ച് കയറേണ്ട സ്ഥലം വരെ നമ്മൾ ഈ ബഗ്ഗിയിൽ ഡ്രോപ്പ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവിടെ നമുക്ക് വിഞ്ച് എടുത്ത് ഐ തിങ്ക് ഒരു 10 മിനിറ്റ്സിൽ മലയുടെ അവിടെ കയറാൻ പറ്റും. ഒരു പേടിയില്ല കേട്ടോ. എത്ര രാത്രി വേണമെങ്കിലും ഇവിടെയൊക്കെ ഇറങ്ങി നടക്കാം. അത്രയും ജഗജ്യോതിയായിട്ട് സൂപ്പറായിട്ടുണ്ട് ഇവിടെ. പക്ഷേ ഈ കടകളൊക്കെ കയറി എന്തെങ്കിലുമൊക്കെ ചപ്പച്ചോറ് സാമാനൊക്കെ മേടിച്ചുകൊണ്ടുപോകാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. എന്തേലും പറഞ്ഞായിരുന്നോ? അല്ല, ഞാൻ എപ്പോഴും ചെയ്യും. ചോട്ടാനിക്കരയൊക്കെ പോകുമ്പോൾ എല്ലാ വഴിയിലൊക്കെ ഉള്ള എല്ലാ എല്ലാ ഷോപ്സിലും കയറും. ഇതാണ് വിഞ്ച്. ആൻഡ് വിഞ്ച് ബോർഡ് ചെയ്യാനുള്ള വെയിറ്റിംഗ് സ്പേസ് ആണിത്. സോ ഇതിപ്പോൾ മുകളിൽ നിന്ന് താഴോട്ട് വരുന്നതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യണം അടുത്ത് നമ്മളുടെ വിഞ്ച് വരാൻ. അങ്ങനെ നമ്മൾ വിഞ്ചിൽ കയറിക്കഴിഞ്ഞു. ആൻഡ് ഇതാണ് ആ ട്രാക്ക്. ഇതൊക്കെ സൈഡ് വ്യൂ ആണ് കേട്ടോ. ഇത് ഞങ്ങൾ രാത്രിയാണ് പോയത്. സോ
ഡേ ടൈം പോയാൽ കുറച്ചും കൂടെ ബെറ്റർ സീനറി കാണാൻ പറ്റുമായിരിക്കും. അപ്പം ഇത് വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അച്ഛന് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അവന് ആ ട്രെയിൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഞങ്ങൾ എന്താ ഒരു വല്ലാത്ത ഫീലിംഗ് കേട്ടോ, ഇങ്ങനെ കുത്തനെ ഇങ്ങനെ പോകാന്ന് വെച്ചാൽ. നമ്മൾ ഐ തിങ്ക് കേബിൾ കാറിനെക്കാളും ഇതിലങ്ങനെ അറിയില്ല, എന്നാലും ഒരു രസമായിരുന്നു. സൂപ്പറായിട്ട് നനഞ്ഞു, ഞങ്ങൾ സൂപ്പറായിട്ട് ദർശനം കണ്ടു. എന്നിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഫുള്ള് നനഞ്ഞിരിക്കുക, ചുണ്ടപ്പൻ മാത്രം നനഞ്ഞിട്ടില്ല, അപ്പമ്മ ഒക്കെയാണ്. ഞാനും ചേട്ടനൊക്കെ ഫുള്ള് നനഞ്ഞിരിക്കുക. ഇപ്പോൾ ഓട്ടോയിൽ യാത്ര ടു ദ ഹോട്ടൽ. ഇത് അടുത്ത ദിവസം രാവിലെ ആട്ടോ. അപ്പോൾ അമ്മയുടെയും അച്ഛൻ്റെയും ഫ്രണ്ട്സാണ് ആ ആൻറ്റിയും അങ്കിളും. ഇപ്പോൾ മോനെ കാണാൻ വേണ്ടി വന്നതാ. എന്നിട്ട് ഒന്ന് പുറത്തിറങ്ങി അമ്മയ്ക്ക് ഒരു ഇവൻറ്റ് അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. സോ ആ ആൻറ്റിയും അങ്കിളിനെയും അമ്മേനെയും ആ ഇവൻറ്റിലേക്ക് കൊണ്ടുപോയപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കുറച്ച് കുഞ്ഞി മൊമെൻറ്റ് സ്പെൻഡ് ചെയ്തു. ദാ ഒരു മല കാണുന്നില്ല, അതാണ് പഴനിമല. ആ കാണുന്ന ട്രാക്കാണ് ആ വിഞ്ചിൻ്റെ ട്രാക്ക്. ഇങ്ങനെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട്, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും എടുക്കാൻ പറ്റുന്ന സാഹചര്യം ആയിരുന്നില്ല, കാരണം അടിപൊളി വെള്ളമായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ പറഞ്ഞ പോലെ അമ്മ ഒരു ഇതിനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നു. ആൻഡ് മോന് 1 ഇയർ കഴിഞ്ഞ് മുട്ടയടിച്ച് ഞങ്ങൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ വന്ന് പഴനിയിൽ വന്ന് ഇടണം എന്നായിരുന്നു ഞങ്ങൾ നേർന്നിരുന്നത്. അപ്പോൾ അത് ഇപ്പോൾ പോയിട്ട് ഇട്ടിട്ട് വന്നിട്ടുണ്ട്. സോ ആ നേർച്ചയും കഴിഞ്ഞു. സോ വി ആർ ഹാപ്പി, കണ്ടന്റഡ്. അജണ്ട കഴിക്കുക എന്നുള്ളതാണ്. ഉച്ചയായി. ഇവിടെ മഴ അത്യാവശ്യം കുറച്ചുണ്ട്, ഡ്രിസ്ലിംഗ് ആണ്. എന്നാലും മോനെ കൊണ്ട് പോകുമ്പോൾ പറ്റില്ല, അതുകൊണ്ട് അംബ്രല്ലൊക്കെ ആയിട്ട് ഞങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുക. അവനൊരു ടോയ് മേടിച്ചു. ടോയ് പാക്കാണി പപ്പ. ആ ടോയ് ഇനി അത് വെച്ചിട്ടായിരിക്കും മൊത്തം ബഹളം റൂമിൽ. അപ്പം അങ്ങനെ ഇരിക്കുന്നു. നാളെ ഞങ്ങൾ തിരിക്കും. സോ അതിന് മുമ്പ് കുറച്ചും കൂടെ ഈ ടൗൺ ഒന്ന് കറങ്ങി നോക്കണം എന്നുണ്ട്. വൈകുന്നേരം ഒരു ഹോമം അറ്റൻഡ് ചെയ്യാനുണ്ട്. സോ അതും കൂടെ കഴിഞ്ഞിട്ട് നാളെ രാവിലെ ഞങ്ങൾ തിരിക്കും. സോ ബിഫോർ ദാറ്റ് എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും കവർ ചെയ്യാൻ നോക്കാം. ഞാൻ ഇവിടെ ഒരാളെ കാണിക്കേ. അയ്യോ, ആക്ച്വലി ഞാൻ നന്നായിട്ട് ഒരുങ്ങിയൊക്കെ പോകണമെന്ന് നല്ല സാരിയൊക്കെ എടുത്തു വെച്ചു കേട്ടോ. പക്ഷേ ഇവിടെ മഴയുണ്ട്. ഞാൻ 9 o'clock ഞാൻ വിചാരിച്ചു നല്ലതായിട്ട് ഒരുങ്ങി പോകണം. ഇന്ന് കാർത്തിക ദീപമാണ്, അപ്പോൾ നല്ലതായിട്ട് ഒരുങ്ങിയൊക്കെ പോകണം. എവിടെ മഴ തുടങ്ങി. സോ ഇപ്പൊ ഗിരിവലം പോകണം. ഗിരിവലം എന്ന് പറയുന്നത് ഈ പഴനി ഹില്ല് മൊത്തം ഒരു ഫുൾ പ്രദക്ഷിണം വെച്ച് വരുന്നതാണ്. അപ്പൊ ഇവിടെ നിന്ന് നേരെ അവിടെ കാണാൻ പറ്റുന്ന എനിക്ക് അറിയില്ല. അവിടെ ഒരു പാത കാണുന്നില്ലേ, അതാണ് ഗിരിവീതി എന്ന് പറയുന്നത്. അപ്പൊ ഗിരിവലം അതിൽ കൂടെയാണ് പോകുന്നത്. ഇതാണ് ഹില്ല്. അപ്പൊ അതിൽ കൂടെയാണ് നമ്മള് ഫുൾ കറങ്ങി വരിക. അത്യാവശ്യം മഴയുള്ളതുകൊണ്ട് എൻ്റെ അപ്പം കൊടയും ഒക്കെ പിടിച്ച് പോകുമ്പോഴേക്കും നമുക്ക് കൺവീനിയൻസ് ആണ് ഇമ്പോർട്ടൻറ്റ് എന്ന് വിചാരിച്ച് ഇത്രയും നല്ല സാരി എടുത്ത് വെച്ച് ഞാനത് വേണ്ടാന്ന് വെക്കുന്നു ഗേൾസ്. സോ ബാക്കി ഗിരിവലം ഞാൻ കവർ ചെയ്യുന്നതായിരിക്കും. പറ്റുന്നത്ര കവർ ചെയ്യാം. സെൽഫിയൊക്കെ എടുക്കാൻ പറ്റും. നല്ല ക്രൗഡുണ്ട്. എന്താ ക്രൗഡ് എന്ന് പറയാൻ പറ്റില്ല, അത്രയും ക്രൗഡുണ്ട്. സോ മാക്സിമം ഞാൻ കവർ ചെയ്യാൻ നോക്കാം. ആൻഡ് keep us in your prayers. സോ പൊടി മഴയുണ്ട്, ജസ്റ്റ് ഡ്രിസ്ലിംഗ് ആണ്. ഇനിയും തുടങ്ങിയിട്ടില്ല. എന്താ പറയുക, 11:30 ആയി. ഇറ്റ്സ് 11:30 in the night. ബട്ട് ഇതൊരു വേറെ വൈബാണ് കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. ഈ സമയത്തും ഞങ്ങളത് നോക്കുകയാണേ, അത് ഭയങ്കര എനർജറ്റിക് ആയിട്ട് തന്നെ എല്ലാവരും ഇവിടെ നടക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഹരോഹര എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. സോ ഇവിടെ ഫുൾ ആക്റ്റീവാണ്. അമ്പലം ആക്ച്വലി അടച്ചു. ഇന്ന് കാർത്തിക ദീപമായതുകൊണ്ട് 2 o'clock ഉച്ചയ്ക്ക് തന്നെ അമ്പലം അടച്ചു. ഞങ്ങൾ ഇന്നലെ പോയിട്ട് ദർശനം നടത്തിയിട്ട് വന്നത് ആക്ച്വലി നല്ല കാര്യമായിരുന്നു.
സോ ഇപ്പോൾ കുറച്ച് നേരത്തിൽ ഐ തിങ്ക് ഒരു 10-15 മിനിറ്റ്സ് മാക്സിമം സ്റ്റാർട്ട് ചെയ്യും ഗിരിവലം. സ്റ്റാർട്ട് ചെയ്താൽ ഐ തിങ്ക് ഇറ്റ് വിൽ ടേക്ക് അറ്റ്ലീസ്റ്റ് 2 hours, 2 മണിനേരം. ഓൾമോസ്റ്റ് 2.5 kilometers ഉണ്ടാവും. സോ അതാണ് പ്ലാൻ. അച്ചു ഉറങ്ങി, ടോഷേട്ടിൻ്റെ കയ്യിലാണ്. സോ അച്ചുകുട്ടൻ ഉറങ്ങിയിട്ടുണ്ട്. ആദ്യം ഭയങ്കര കരച്ചിലായിരുന്നു, മമ്മ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞൊക്കെ ചെയ്തു. പക്ഷേ കുഴപ്പമില്ല, ഇപ്പോൾ ടോഷേട്ടിൻ്റെ അടുത്ത് ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. അവൻ ഉറങ്ങി, അച്ഛനും ഉറങ്ങി. അപ്പോൾ അവരൊക്കെയാണല്ലോ രാവിലെ ഓടിക്കുക. അപ്പോൾ ഞാനും അമ്മയും എത്ര ലേറ്റ് ആയാലും കുഴപ്പമില്ല, ഞങ്ങൾ കുറച്ചൊന്ന് വഴിയിലൊന്ന് ഉറങ്ങിയാലും കുഴപ്പമില്ല. അപ്പം അങ്ങനെ ഇറങ്ങി തിരിച്ചുകൊണ്ട് ഈ ടാസ്ക് നമുക്ക് സുഖമായിട്ട് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളൊരു തോട്ടിൽ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. 12:15 ആയപ്പോഴാണ് ഗിരിവലം തുടങ്ങിയത്. അപ്പം നല്ല മഴ ഉണ്ടെന്ന് തന്നെ പറയാൻ പറ്റും. കാരണം കുടയില്ലാതെ നമുക്ക് നടക്കാൻ പറ്റില്ല എന്നുള്ള കണ്ടീഷനാണ്. 2 hours ആവില്ല എന്ന് തോന്നുന്നു. ഇവിടെ ഞാൻ അന്വേഷിച്ചപ്പം മാക്സിമം 1 hour അതിൽ നമുക്ക് ഈ ഗിരിവലം ഫുള്ളും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഇവർ പറഞ്ഞത്. ഞങ്ങൾ ഒരു 12 o'clock ആയി തുടങ്ങിയപ്പം മഴയുണ്ട് അത്യാവശ്യം. സോ എല്ലാവരും കുടയൊക്കെ പിടിച്ചിട്ടാണ് നടക്കുന്നത്. ബട്ട് അതൊരു വേറെ രസം. പക്ഷെ ദിയാസ് ഒത്തിരി നമുക്ക് പിടിക്കാൻ പറ്റുന്നില്ല, കാറ്റുണ്ട്, നല്ല തണുപ്പ് കാറ്റാണ്. സോ ദിയാസ് ഒത്തിരി കത്തിക്കാൻ പറ്റുന്നില്ല. ബട്ട് സ്റ്റിൽ എല്ലാവരും ഇങ്ങനെ എൻജോയ് ചെയ്ത് പോകുന്നുണ്ട് മഴയൊക്കെ. സോ 14th നെക്സ്റ്റ് ഡേ ഞങ്ങൾ പുറപ്പെടാണ്. സോ ബൈ ടു പഴനി ഫോർ നൗ. അച്ചു ബൈ. അപ്പം കഴിഞ്ഞു ഞങ്ങളുടെ എന്താ പറയുക ഒരു റിലീജിയസ് ട്രിപ്പ് കഴിഞ്ഞു. ഇന്ന് ഞങ്ങൾ തിരിക്കുകയാണ്. മഴ ഉണ്ട് രാവിലെ, ബട്ട് സ്റ്റിൽ ഐ തിങ്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റും തോന്നുന്നു. ചെന്നൈയിൽ പക്ഷെ മഴയുണ്ടെന്ന് വരുമ്പോൾ നല്ലതായിട്ട് കൂടി, നല്ല മഴയുണ്ട്. പക്ഷെ അതില്ലാതെ ഒരു ലെവലിൽ പിടിക്കാമെന്ന് വിചാരിക്കുന്നു. വലിയ പ്രശ്നമില്ലാത്തൊരു ട്രിപ്പായിരിക്കും അങ്ങോട്ട്. അടിപൊളി ട്രിപ്പായിരുന്നു. ഭയങ്കര മനസ്സിനും നല്ലൊരു സന്തോഷവും ഒരു പോസിറ്റിവിറ്റിയോടെ എനർജൈസ് ചെയ്തിട്ട് തിരിച്ചു പോകുന്ന ഒരു ഫീലിംഗ് ആണ്. സോ ആർക്കെങ്കിലും പഴനി മൈൻഡിലുണ്ടെങ്കിൽ പ്ലീസ് ഡു എ ട്രിപ്പ്. ഇത് ഒരു വേറെ വൈബാണ്, വേറെ ഒരു അനുഭവമാണ്. ലയൺ എടുക്കാ ലയൺ busy driving. Lion. Where dinosaur? അച്ഛൻ്റെ ബഹളങ്ങളൊക്കെ കഴിഞ്ഞ് നല്ലൊരു ഉറക്കമായി. സോ സീ യു ഓൾ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ലവ് യു ഓൾ.